ഈ ഒരു അപകടം നടന്ന സമയത്ത് തന്നെയാണെങ്കിലും കുറേ ആൾക്കാരൊക്കെ കൈവിരിച്ച് പ്രാർത്ഥിച്ചു, പ്രത്യേകിച്ച് മാതാവിൻ്റെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു എന്ന് അറിയുവാനും സാധിച്ചു. പ്രത്യേകിച്ച് പിള്ളേർക്കെല്ലാം ഇനിയൊരു ഈ ഭാഗത്തേക്ക് വരുവാനായിട്ട് പ്രത്യേകിച്ച് പേടിയാണെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞു വെക്കുന്നത്. താമരശ്ശേരി രൂപതയിലെ മഞ്ഞക്കുന്ന് ഇടവക സെൻറ്റ് അൽഫോൻസ പള്ളിയിലെ വികാരി അച്ഛനാണ് ഞാൻ. എൻ്റെ പേര് ടിൻസ് തോമസ്, വീട്ടുപേര് മറ്റപ്പള്ളിയിൽ. നിങ്ങളെല്ലാം അറിഞ്ഞു കാണും, ഈ വലിയൊരു ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് പ്രത്യേകിച്ച് വയനാട്ടിലും അതുപോലെ തന്നെ മഞ്ഞക്കുന്ന് വെലങ്ങാട് മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ധാരാളം നാശനഷ്ടങ്ങളുണ്ടായ ഒരു ഇടവക തന്നെയാണ് ഈ മഞ്ഞക്കുന്ന് സെൻറ്റ് അൽഫോൻസ ദേവാലയം തന്നെ. പ്രത്യേകിച്ച് 4-5 ഇടങ്ങളിലായിട്ട് 80ഓളം ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായത്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഏകദേശം 10ഓളം വീടുകൾ പൂർണ്ണമായി നശിക്കുകയും 9ഓളം വീടുകൾ ഭാഗികമായി നശിച്ചു പോവുകയും 76ഓളം വീടുകൾ വാസയോഗ്യമല്ലാത്തതായി തീരുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവർ താമസിക്കുന്ന വീടിൻ്റെ 2 സൈഡ് കൂടിയും ഉരുൾപൊട്ടി പോകുന്നതുകൊണ്ട് ഇവർക്ക് ചിലർക്കൊക്കെ അവരുടെ സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ വീടുകൾക്ക് പോകുവാനായിട്ട് സാധ്യത ഇല്ലാതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ വസ്തുക്കൾ, വണ്ടികൾ, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു പോയവരെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കഠിനമേറിയൊരു ദിവസം തന്നെയായിരുന്നു അതെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മുന്നോട്ടുള്ള ദിവസങ്ങളെല്ലാം. കാരണം വൈദ്യുതിയില്ല, റോഡില്ല, എല്ലാം നഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു സഹകരണം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇപ്പോൾ വീണ്ടും ഞങ്ങളിങ്ങനെ മുന്നോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് റോഡാണെങ്കിലും താൽക്കാലികമായ ഒരു പാലം നിർമ്മിച്ചുകൊണ്ട് റോഡിൻ്റെ സംവിധാനം ആക്കിയിട്ടുണ്ട്. 3-4 ദിവസത്തിനുള്ളിൽ തന്നെ KCB നല്ലോണം പ്രവർത്തിച്ചതുകൊണ്ട് ഇവിടെ കറണ്ട് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള വീടുകളാണെങ്കിലും ക്ലീൻ ആക്കുവാനായിട്ടായാലും ഓരോ സന്നദ്ധ പ്രവർത്തകർ മുമ്പോട്ട് കടന്നു വന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലരുടെയൊക്കെ വീടുകൾ തകർന്നു പോയെങ്കിലും അവരുടെ വീടുകൾ ക്ലീൻ ആക്കുവാനായിട്ട്, പ്രത്യേകിച്ച് അവരുടെ വസ്തുവകൾ കണ്ടെത്തുവാൻ, രേഖകൾ കണ്ടെത്തുവാനായിട്ട് കുറേ പേരൊക്കെ വന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഇവിടെ കൂട്ടായി പ്രവർത്തിച്ചതുകൊണ്ട് ഓരോ കാര്യങ്ങൾ, അതായത് എല്ലാവരെയും സ്നേഹത്തോടെ സഹവർത്തിത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണുവാനായിട്ടും അനുഭവിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇനിയുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ ഇനി ഇവരുടെ എല്ലാവരും ഒരു പുനരധിവാസമാണ്. പ്രത്യേകിച്ച് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർക്കാർ തന്നെ എപ്പോഴും പറയുക, ഈ ആദ്യം പൂർണ്ണമായിട്ട് വീട് നഷ്ടപ്പെട്ടവർക്കാണ്. പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ട 10 പേരുണ്ടെങ്കിലും ഈ ഇടവക പറയുന്നത് 227 പേരാണ്. അപ്പോൾ 227-ൽ ഒരു 96 വീട്ടുകാരാണ് പൂർണ്ണമായിട്ട് ഇപ്പം പുതിയൊരു വീട് വേണ്ടി വരുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ ഇടവകയിൽ ഏകദേശം ഒരു 50% ആൾക്കാർക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരും. കാരണം അവർക്കിനി ഇവിടെ താമസിക്കാനുള്ളൊരു പെർമിഷൻ, അതായത് ഒരു അനുവാദം കിട്ടുക സാധ്യമല്ല. കാരണം വലിയൊരു ഒരു ഉരുൾപൊട്ടൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്, ദുരന്തം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇനി ഈ ഇടവകയിൽ നിന്ന് ചിലപ്പോൾ മാറിപ്പോവുക എന്നുള്ളൊരു സാധ്യതയാണ് വരിക. എന്നിരിക്കലും ഒരാളുടെ ജീവൻ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടുള്ളൂ എങ്കിലും എല്ലാവരെയും ഒരു ദൈവകൃപ ഈ ഒരു സമയത്തുണ്ടായിരുന്നു. കാരണം എല്ലാവരും കൃത്യസമയത്ത് പരസ്പരം വിളിച്ച് പറഞ്ഞ് എല്ലാവരെയും ഒരു സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ സാധിച്ചു. എങ്കിലും ഈ ഒരു അപകടം നടന്ന സമയത്ത് തന്നെയാണെങ്കിലും കുറേ ആൾക്കാരൊക്കെ കൈവിരിച്ച് പ്രാർത്ഥിച്ചു, പ്രത്യേകിച്ച് മാതാവിൻ്റെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു എന്ന് അറിയുവാനും സാധിച്ചു. അത് ഒരു 1 മണിക്കാണ് സംഭവിച്ചതെങ്കിലും അവർ രാവിലെ ഒരു 6 മണി വരെയെങ്കിലും കൈവിരിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് അറിയാനും സാധിച്ചത്. അപ്പം എല്ലാവരും നല്ലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആകാം പ്രത്യേകമായിട്ട് ദൈവം എല്ലാവരെയും പരിപാലിച്ചു. പ്രത്യേകിച്ച് ഒരു ജീവാപായം ഒന്നും ഉണ്ടാകാതെ എത്ര നന്നായി പരിപാലിച്ചതെല്ലാം. അതുപോലെ പ്രത്യേകിച്ച് എൻ്റെ നേരത്തെ മുൻ കൈക്കാരനായിരുന്ന മത്തായി മാഷായിരുന്നു ഇപ്പോൾ ഈ അപകടത്തിൽ മരണപ്പെട്ടു പോയത്. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും സഹായിക്കുന്ന ഒരു ആളും കൂടിയായിരുന്നു അദ്ദേഹം. ഇതുപോലെ തന്നെ ആദ്യത്തെ ഒരു ഉരുൾ പൊട്ടിയപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അപായം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്ന ആളായിരുന്നു. അങ്ങനെ ഒരു സംഭവത്തിനിടയിൽ വന്നപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു ഉരുൾ പൊട്ടി വന്നപ്പോൾ ഒരു കടയിലേക്ക് കയറിയപ്പോഴാണ് ആ കടയോടുകൂടി അദ്ദേഹവും ഇതിൽ ഒരു ബലിയാടായി തീർന്നത്. എന്നിരിക്കലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണെങ്കിലും വലിയൊരു നഷ്ടമുണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വപ്ന തുല്യമായൊരു ഭവനം ഇവിടെ നിർമ്മിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഷൈനി ചേച്ചി, അവരെല്ലാവരും സ്നേഹത്തോടെ കഴിഞ്ഞവരായിരുന്നു. അപ്പം അവർക്കും വളരെ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ കുടുംബമെല്ലാം. അതുപോലെ തന്നെ ഇനി ഈ കുടുംബത്തിലാണെങ്കിലും പ്രത്യേകിച്ച് ഈ അപകടം സംഭവിച്ച എല്ലാവരും തന്നെയാണെങ്കിലും ഇപ്പോഴും വലിയൊരു ഷോക്കാണ്. പ്രത്യേകിച്ച് ഇവരെ ക്യാമ്പുകളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം പ്രത്യേകിച്ച് ഇവർക്കെല്ലാവർക്കും ഒരു ആശങ്കയാണ്. പ്രത്യേകിച്ച് പിള്ളേർക്കെല്ലാം ഇനിയൊരു ഈ ഭാഗത്തേക്ക് വരുവാനായിട്ട് പ്രത്യേകിച്ച് പേടിയാണെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞു വെക്കുന്നത്. അതായത് ആ സമയത്തുണ്ടായ വലിയൊരു ഭൂകമ്പം പോലെ വലിയൊരു ഒച്ചപ്പാടും അതുപോലെ ബഹളവും, പ്രത്യേകിച്ച് രാത്രിയും കൂടി ആയതുകൊണ്ട് കുട്ടികളെല്ലാം ശരിക്കും പേടിച്ചു എന്നാണ് മാതാപിതാക്കളെല്ലാം പറഞ്ഞത്. അതുകൊണ്ട് ഇവരെല്ലാവരെയും ഒരു പുതിയൊരു ജീവിതത്തിലേക്ക്, അതായത് ഇനിയും ഒരു നോർമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമുക്കൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അതുപോലെ ഇവർക്ക് പ്രത്യേകിച്ച് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ഞങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവർക്ക് വീട് നിർമ്മിക്കുക അല്ലെങ്കിൽ ഒരു നല്ലൊരു വാസസ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് എല്ലാവരുടെയും സഹകരണവും അതുപോലെ തന്നെ ഒരു സഹായവും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ഈ മഞ്ഞക്കുന്ന് ഇടവകയും എല്ലാവരെയും ഓർക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.